ഓഗസ്റ്റ് 14 വേൾഡ് വൈഡ് റിലീസിനെത്താൻ പോകുന്ന നമ്മുടെ സൂര്യ സിനിമയാണ് വെങ്കി അത്ലൂർ ഡയറക്ട് ചെയ്യുന്ന വിശ്വനാഥ് ആൻഡ് സൺസ്. ഈ വർഷത്തെ സൂര്യയുടെ രണ്ടാമത്തെ റിലീസാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. ഇതൊരു വലിയ ബഡ്ജറ്റിൽ വരുന്ന ഒരു ഫീൽ ഗുഡ് ഫാമിലി പടമാണ്. ഇപ്പോ ഈ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. അപ്ഡേറ്റ് പടത്തിന്റെ സെക്കൻഡ് സിംഗിളിന്റെ ഭാഗത്തു നിന്നാണ്. വിശ്വനാഥ് ആൻഡ് സൺസിലെ സെക്കൻഡ് സിംഗിൾ ഈ മാസം 23 പുറത്തുവിടും. പാട്ട് പാടിയിരിക്കുന്നത് സൂര്യ തന്നെയാണ്. അപ്പോ ജൂലൈ 23 സൂര്യയുടെ ബർത്ത്ഡേ വിശ്വനാഥ് ആൻഡ് സൺസ് സ്പെഷ്യൽ സൂര്യ തന്നെ പാടിയ സെക്കൻഡ് സിംഗിൾ ആണ് സൂര്യ 47. ഈ വർഷത്തെ സൂര്യയുടെ മൂന്നാമത്തെ റിലീസ് എത്താൻ പോകുന്ന സിനിമയാണ് ജിത്തു മാധവൻ ഡയറക്ട് ചെയ്യുന്ന സൂര്യ 47. സൂര്യയുടെ ഈ ബർത്ത്ഡേ മെയിൻ ആയിട്ട് കളറാക്കുന്നത് ഈ പടത്തിന്റെ അപ്ഡേറ്റ്സ് ആയിരിക്കും. കാരണം ഈ പടത്തിന്റെ ടൈറ്റിൽ റിവീൽ ചെയ്യുന്നത് ജൂലൈ 23 സൂര്യയുടെ ബർത്ത്ഡേക്കാണ്. ഈ പടത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ടൈറ്റിൽ ടീസർ ഉണ്ടാവുമെന്ന് ഇപ്പോ കൺഫേം ആയിട്ടുണ്ട്. ബെൻസ് ലോക്കി സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമായി അടുത്ത് വരാൻ പോകുന്ന മൾട്ടി സ്റ്റാർ സിനിമയാണ് ബെൻസ്. വലിയൊരു കാസ്റ്റിംഗ് ഉള്ള സിനിമയാണ് ബെൻസ്. പടത്തിൽ ലീഡ് ഹീറോ രാഘവ ലോറൻസ് ആണെങ്കിലും ഓപ്പോസിറ്റ് വരുന്നവരെല്ലാം അതിലും വലിയ ഹീറോസ് ആണ്. നിവിൻ പോളി, ജയം രവി, മാധവൻ, പിന്നെ എൽസിയിലുള്ള ക്യാരക്ടേഴ്സ് വേറെ. ഇതൊന്നും പോരാത്തതിന് ലോകേഷ് കനകരാജും. അങ്ങനെ മൊത്തത്തിൽ ഇതൊരു വലിയ സിനിമയാണ്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ സ്ലോ ആണ്. സ്ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ ആണ്. 2024 ഈ പടത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. 25 റിലീസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. 26 പാതിയായിട്ടും ഇപ്പോ ഇതുവരെ ഈ പടത്തിന്റെ 50% ഭാഗങ്ങൾ മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. മെയിൻ ഹീറോ ഒഴികെയുള്ള ഭാഗങ്ങളാണ് ഇതുവരെ ഷൂട്ട് ചെയ്തത്. ഇനി ഈ പടത്തിന്റെ ബാക്കിയുള്ള 50% ഭാഗങ്ങൾ ലോറൻസ് മാസ്റ്ററിന്റെയും നിവിൻ പോളിയുടെയും ജയൻ രവിയുടെയും കോമ്പിനേഷൻ സീക്വൻസുകളാണെന്നാണ് അപ്ഡേറ്റുകൾ വരുന്നത്. എന്തായാലും രാഘവ ലോറൻസ് ഈ മാസം റീജോയിൻ ചെയ്യും. അടുത്ത സ്കെഡ്യൂള് ഈ മാസം തന്നെ ആരംഭിക്കും. എന്തായാലും ഈ വർഷം ഒരു റിലീസ് ടാസ്ക് ആണ്. ജനനായകൻ ദളപതി വിജയ് നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്ത വിജയുടെ ലാസ്റ്റ് പടമാണ് ജനനായകൻ. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം, ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം 7 മാസത്തിന് ശേഷം സത്യമായിട്ടും ജനനായകൻ റിലീസ് ആവാൻ പോവാണ്. അങ്ങനെ കിട്ടാതിരുന്ന സെൻസർ സർട്ടിഫിക്കറ്റ് ജനനായകന് കിട്ടി. പടം എ പടമാണ്, എ സർട്ടിഫൈഡ് ആണ്, വയലൻസ് ജാസ്തി ആയിരിക്കും. ജനനായകന്റെ റിലീസും ഇപ്പോ കൺഫേം ആയിട്ടുണ്ട്. പടം ഈ മാസം, അതായത് ജൂലൈ 24 വേൾഡ് വൈഡായി റിലീസിനെത്തും. എന്തായാലും തമിഴില് ഈ സിനിമ ഒരു ബെഞ്ച് മാർക്ക് ആയിരിക്കും. HD പ്രിന്റ് ലീക്ക് ആയ ഒരു പടത്തിന്റെ ഏറ്റവും വലിയ FD ഫൈനൽ, അങ്ങനെ മൊത്തം ബോക്സ് ഓഫീസും തൂത്തുവാരാൻ പോകുന്ന ഒരു പടമായിരിക്കും ജനനായകൻ. ഇതൊക്കെല്ലാം മേലെ തമിഴിലെ നിലവിലെ മുഖ്യമന്ത്രിയുടെ സിനിമ. തമിഴ്നാട്ടിൽ ഈ സിനിമ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടും. തമിഴ്നാട്ടിലും ഓവർസീസിലൊക്കെ എന്തായാലും ഈ പടം നല്ല വിജയമായിരിക്കും. മറ്റുള്ള കാര്യം കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് കേരളത്തിലെ കാര്യം. അങ്ങനെ ജനനായകൻ ശരിക്കും റിലീസ് ആവാൻ പോവാണ്. പടത്തിന്റെ ഒരു പുതിയ ട്രെയിലർ ഉടനെ തന്നെ പുറത്തുവിടും.